പണ്ടൊരു രാജ്യത്ത് ദാമൻ പിത്തിയാസ് എന്നീ രണ്ട് അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവിടുത്തെ ക്രൂരനായ രാജാവ് ചെറിയൊരു തെറ്റിന് വധശിക്ഷ വിധിച്ചു. ശിക്ഷ നടപ്പിലാക്കും മുൻപ് തന്റെ കുടുംബത്തെ കണ്ട് ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പിത്തിയാസ് രാജാവിനോട് കുറച്ചു ദിവസത്തെ സമയം ചോദിച്ചു. എന്നാൽ രാജാവ് അത് സമ്മതിച്ചില്ല. അവൻ രക്ഷപ്പെടുമെന്ന് രാജാവ് ഭയക്കുകയും ചെയ്തു. ഈ സമയം ദാമൻ മുന്നോട്ട് വന്ന് രാജാവിനോട് പറഞ്ഞു, പ്രഭു, എന്റെ സുഹൃത്ത് കുടുംബത്തെ കണ്ട് മടങ്ങി വരുന്നത് വരെ അവന് പകരം ഞാൻ ഇവിടെ തടവിൽ കഴിയാം. നിശ്ചയിച്ച സമയത്ത് അവൻ തിരിച്ചെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വധിക്കാം. രാജാവ് അത്ഭുതപ്പെട്ടു. ദാമന്റെ വ്യവസ്ഥ സ്വീകരിച്ച് പിത്തിയാസിന് പോകാൻ അനുവാദം നൽകി. ദിവസങ്ങൾ കടന്നുപോയി. വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസവും വന്നെത്തി. എന്നാൽ പിത്തിയാസ് മടങ്ങിയെത്തിയില്ല. രാജാവ് ആകെ ക്ഷുഭിതനായി. ദാമനെ വധശിക്ഷയ്ക്കായി മരച്ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആളുകൾ പരിഹസിച്ചെങ്കിലും ദാമൻ തന്റെ സുഹൃത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരാൾ ഓടി വരുന്നത് എല്ലാവരും കണ്ടു. അത് പിത്തിയാസ് ആയിരുന്നു കേട്ടോ. യാത്രക്കിടയിൽ ഉണ്ടായ തടസ്സങ്ങൾ കാരണമാണ് അവൻ വൈകിയത്. പിത്തിയാസ് ദാമനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, സുഹൃത്തെ, ഞാൻ എത്തിക്കഴിഞ്ഞു, ഇനി എന്നെ ശിക്ഷിച്ചോളൂ. എന്നാൽ ദാമൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്റെ കഴുത്തിങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ്. തമ്മിൽ മരിക്കാൻ പോലും മടിയില്ലാത്ത ഇവരുടെ സൗഹൃദവും സ്നേഹവും കണ്ട ആ രാജാവിന് മനസ്സ് അലിഞ്ഞു. രാജാവ് പിത്തിയാസിന്റെ വധശിക്ഷ റദ്ദാക്കുക മാത്രമല്ല, അവരെ ആദരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണ് കൈവിടാത്ത സ്നേഹം? പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. യഥാർത്ഥ സൗഹൃദം പരസ്പര വിശ്വാസത്തിന്മേലാണ് നിലനിൽക്കുന്നത്. സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മനസ്സ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെപ്പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന ത്യാഗ മനസ്സ് കൂടിയല്ലേ? ആ മനസ്സുകൂടിയാണ് സൗഹൃദം.